പാലക്കാട് ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിപ്പിച്ചത് പാർട്ടി ഇതുപോലെ ഒരു ഹിന്ദു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചയച്ച് കുലു തെക്ബീർന്നോ അല്ലെങ്കിൽ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് ലീഗിന്റെ മുദ്രാവാക്യം എനിക്ക് അറിഞ്ഞൂടാ, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോയോ ദൃശ്യമോ ഉണ്ടോ? വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. AP വിഭാഗം സമസ്തയിലെ വലിയൊരു നേതാവും പണ്ഡിതനുമാണ് റഹ്മത്തുള്ള സഖാഫി എളമരം. അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തമായ ചോദ്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഈ വെല്യാപ്പള്ളി എന്ന് പറയുന്ന നാട്ടിലെ ഒരു DYFI പ്രവർത്തകൻ പാലക്കാട് ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിപ്പിച്ചത് പാർട്ടി ഓഫീസിൽ പാർട്ടി മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ്. ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും അണിയിച്ചിട്ട് വിവാഹം കഴിപ്പിച്ചത്. അപ്പൊ റഹ്മത്തുള്ള സഖാഫി എളമരം ചോദിക്കുകയാണ്, ഇത്തരം വിവാഹങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പാർട്ടി നിലപാട് കാണുമ്പോൾ ഈ പാർട്ടി ഇത്തരത്തില് മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പ്രത്യേക അജണ്ടയുണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റുമോ? ന്യായമല്ലേ ഉസ്താദ് ചോദിച്ചത്? കാരണം ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി ഓഫീസിൽ ഇതുപോലെ ഒരു ഹിന്ദു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചയച്ച് കുലു തെക്ബീർന്നോ അല്ലെങ്കിൽ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് ലീഗിന്റെ മുദ്രാവാക്യം എനിക്ക് അറിഞ്ഞൂടാ, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോയോ ദൃശ്യമോ ഉണ്ടോ? വേണ്ട. കോൺഗ്രസിന്റെ ഓഫീസിൽ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒരു മിശ്ര വിവാഹം ഇത്ര പ്രോത്സാഹനത്തോടു കൂടി കഴിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ കഴിയോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഇത്തരം ഓഫീസുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിന്റെ ആളുകളൊക്കെ വന്ന് ഇത്തരം വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? അതുകൊണ്ടായിരിക്കില്ലേ അന്ന് ആ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന EK വിഭാഗത്തിന്റെ ഉസ്താദ് ഈ ഇത്തരത്തിൽ CPM ഇങ്ങനെ അജണ്ടയുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു പറയേണ്ടി വന്നത്? ഇതൊരു വലിയ വേദനയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മതം മാറി പോകുന്നതിന് നമ്മളത് ബാധിക്കുകയോ എൻ്റെ ഈമാനെ ബാധിക്കുകയോ എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ പോകുന്നവരുടെ കാര്യങ്ങളാണ്. നമുക്കതിൽ എനിക്ക് നാളെ സ്വർഗം കിട്ടുന്നതോ അല്ലെങ്കിൽ നരകം കിട്ടുന്നതുമായിട്ടൊന്നും അത് ബന്ധമുള്ളതല്ല. അതൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രം. പക്ഷെ ഈ സാമൂഹിക ദുരാചാരത്തെ നമ്മൾ ചോദ്യം ചെയ്യാതിരുന്നാൽ നമ്മൾ എന്തൊരു വിഡ്ഢിയാണ്. ഒരു പാർട്ടി ഓഫീസിലേക്ക് ഞാൻ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ പറയാം. എല്ലാ വ്യത്യസ്ത മതക്കാരും മതമില്ലാത്തവരും ഒക്കെ കഴിയുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇതിൽ മതവിശ്വാസികളുണ്ട്, മതവിശ്വാസമില്ലാത്തവരുണ്ട്, വിശ്വാസമുള്ളവരിൽ തന്നെ വിശ്വാസ തീവ്രതയുള്ള ആളുകളുണ്ട്, തീവ്രത കുറഞ്ഞ ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കിടയിലൊക്കെ ഒരു പാർട്ടി ഇത്തരത്തിലുള്ള മിശ്ര വിവാഹങ്ങളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് മുദ്രാവാക്യമൊക്കെ വിളിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം പോസിറ്റീവാണോ നെഗറ്റീവാണോ? മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത വേദനയാണ്. കാരണം 10-18 വയസ്സ് വരെ ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രം നിയമപരമായിട്ട് പ്രായപൂർത്തിയാകുന്നവരെ ആ കുട്ടിയെ വളർത്തിയത് വലുതാക്കിയ ഒരു മാതാപിതാക്കളുണ്ട്. ആ സ്വപ്നങ്ങൾ കാണുന്ന ഒരു പ്രായത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചവരുണ്ട്. അവരെ മുഴുവനും വെല്ലുവിളിച്ച് അവരെ മുഴുവനും തകർത്തെറിഞ്ഞിട്ട് ഇത്തരത്തിലൊരു വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം ഗുണകരമല്ല. ഒരാളൊരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള ആളുകളെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിന് യാതൊരു തടസ്സമില്ല, ഇഷ്ടമുള്ള ചെയ്തോട്ടെ. പക്ഷെ അതിലൊരു പാർട്ടി ഈ രീതിയിൽ പാർട്ടിയുടെ ഒരു ശക്തിയും പാർട്ടിയുടെ വേദികളും ഒക്കെ അതിനുവേണ്ടി സ്വരൂപിക്കുക, അതിനുവേണ്ടി ഒന്നിക്കുക, അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു അജണ്ടയാണ്. ഇതിങ്ങനെ ഒരു അജണ്ടയാണ് എന്ന് വിശ്വസിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാലത്ത് ലവ് ജിഹാദിൽ ആരോപണം വരാൻ കാരണം പല വിവാഹങ്ങളും ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുമ്പോൾ ചില സംഘടനകളൊക്കെ അത്തരം വിവാഹങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടേ മുസ്ലിം ആക്കുമെങ്കിൽ ഞങ്ങൾ അവരെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴേക്കും ഇത് ലവ് ജിഹാദാണ്, ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ജിഹാദാക്കിയിട്ട് ഒരു അജണ്ടയാക്കി പ്രഖ്യാപിക്കുകയാണ്. കോടതിയുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് തെളിഞ്ഞു. ഏതെങ്കിലും ആളുകൾ വ്യക്തിപരമായിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതിനപ്പുറം അതൊരു സംഘടനാ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതിലും അപ്പുറം നമുക്കിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിവാഹങ്ങളിൽ ഇത്തരം രീതികൾ കാണാവുന്നതാണ്. ഇങ്ങനെ പാർട്ടി സ്വീകരിക്കുന്ന ഇപ്പൊ കർണാടകയിലെ മംഗളൂരിലെ ഒരു ബജ്റംഗൽ പ്രവർത്തകൻ പ്രശാന്ത് എന്ന പേരുള്ള ഒരാള് ഇത്തരം ലവ് ജിഹാദിനെതിരെ സമരം നയിക്കുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. ഇവൻ 3 വർഷമായിട്ട് പ്രണയിച്ചത് ആയിഷ എന്ന പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ്. ഇവൻ ഉളുപ്പില്ലാതെ ആ വീട്ടിൽ പോയിട്ട് വിവാഹം അന്വേഷിച്ചു. കഴിഞ്ഞ നവംബർ മാസം അവര് ചോദിച്ചു, മോനെ നിനക്ക് എങ്ങനെ ഞങ്ങൾ കെട്ടിച്ചേരാം? ഞങ്ങളൊരു മുസ്ലിം മത വിശ്വാസത്തിൽ കഴിയുന്ന ഒരാളുകളല്ലേ, നിന്നെ പോലെയുള്ള ഒരു ബജ്റംഗദൾ പ്രവർത്തകന് വിവാഹം കഴിപ്പിച്ച ചോദ്യം തന്നെ അപ്രസക്തല്ലേ? ഇവൻ അന്നാ പെണ്ണീറ്റ് ഇവനെ ഒളിച്ചോടി. കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു ആയിഷയെ പ്രശാന്ത് കല്യാണം കഴിച്ചിട്ട് വീഡിയോ പോസ്റ്റൊക്കെ ഇട്ടത്. അവർക്കതിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആഘോഷവും അങ്ങോട്ട് പോകുമ്പോൾ കരച്ചിലും അതല്ല.
ഓരോ മതവിശ്വാസിയും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഇനി ഒരു വിശ്വാസിക്ക് തോന്നുകയാണ് എനിക്ക് വിശ്വാസം വേണ്ട, ഒഴിവാക്കിക്കോളൂ, പ്രശ്നമില്ല, അവർക്ക് അവരുടേതായി ജീവിക്കാം. പക്ഷെ അതിന് ചില പ്രത്യേക പാർട്ടികൾ വന്നിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിയുമ്പോൾ അത് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഭീതിയും ആശങ്കയുമുണ്ട്. ഈ ആശങ്കയാണ് അന്ന് നാസർ ഫൈസി പറഞ്ഞത്. പക്ഷെ അത് CPIന്റെ ഒരു അജണ്ട അങ്ങനെ ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? ആ പാർട്ടി തന്നെയല്ലേ? ഞാൻ നിഷ്കളങ്കമായി ചോദിക്കുന്നു, കോൺഗ്രസിന്റെ ആളുകൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരം വിവാഹങ്ങൾ നടത്തുന്നുണ്ടോ? അവരുടെ ഓഫീസിൽ വെച്ചിട്ട് ഈ ഇൻഖ്ലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് അവർ ഇത്തരം നടത്തുന്ന കാഴ്ചകളുണ്ടോ? CPI നടത്താറുണ്ടോ? CPI നടത്താറുണ്ടോ? അതല്ലെങ്കിൽ വേണ്ട മുസ്ലിം ലീഗ് നടത്താം. ഇനി വേറെ ഏതാ പാർട്ടിയുള്ള? ജോസ് കെ മാണിയുടെ പാർട്ടി, JDS, ഇങ്ങനെ പാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ. ഞാൻ പ്രധാനപ്പെട്ട പാർട്ടികളെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഇവരാരും നടത്തുന്നില്ല. എന്നാൽ പക്ഷെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അവരവരുടെ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെ വിവാഹം കഴിച്ചു പോകുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യാറുണ്ട്. അതിന് പാർട്ടി തന്നെ പ്രത്യേകം വീഡിയോ ഒക്കെ എടുത്ത് വിടുക, അത് ഉണ്ടാക്കുന്ന ഒരു ഊർജം. നിങ്ങൾ റീൽസൊക്കെ എടുത്ത് നോക്കുക, ആ റീൽസിലൊക്കെ ഇത്തരം രീതിയിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പല റീൽസും കാണാം. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്തായാലും സത്യസന്ധമല്ല, ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം വിയോജിക്കാം, പക്ഷെ ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ എനിക്ക് വിളിച്ചു, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഉമ്മയുടെ മകൾ ഡോക്ടറാണ്. ആ ഡോക്ടറായ മകളുടെ ഉമ്മയുടെ സങ്കടം, അവള് വിവാഹം കഴിക്കാൻ പോകുന്നത് ഇനി ഒരു ഹിന്ദു യുവാവിനെയാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ പക്ഷെ ആ ഉമ്മാക്ക് അവരിലുള്ളൊരു ഏക മകൾ, അവളുടെ സൗഹൃദങ്ങളും മണിക്കൂറുകളോളം പുലരും വരെ വിളിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിക്കാനായ ഒരു പെൺകുട്ടി, വിവാഹ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴൊന്നും വേണ്ട, ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കുന്നു. ആ ഒരു ഉമ്മയുടെ ആശങ്ക, ഞാൻ ആ ഉമ്മയുടെ ആശങ്കയോടൊപ്പമാണ്. ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചോയ്സ് ഉണ്ട്, അതൊക്കെ ശരിയാണ്, നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങളാണ്. എനിക്കിപ്പോൾ ആര് എവിടെ ഒളിച്ചോടി പോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതോ മതം ഉപേക്ഷിക്കുന്നതോ ഇതൊന്നും എൻ്റെ ഈമാനിനെയോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെയോ ബാധിക്കുന്നതല്ല. പക്ഷേ പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന ഇത്തരം അപചയങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു സാധാരണ പൗരന്റെ ഒരു ധർമ്മമാണല്ലോ. ആ ധർമ്മം മാത്രമേ ഞാൻ പങ്കുവെച്ചുള്ളൂ. അതിനോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയൊക്കെ ആവാം. ആ ഉമ്മയുടെ മറ്റു പാർട്ടികളിലൊന്നും കാണാത്ത ഈ രീതി എന്തിനാണ് നമ്മുടെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത് അവർ തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായി പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ ചാടി വീണു, ചില ആളുകൾ അതിനെ സത്യസന്ധമായിട്ട് വിമർശിച്ചു, ചില ആളുകൾ അത് ശരിയാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചു. അത് ഓരോരുത്തരുടെ നിലപാടുകൾക്കനുസരിച്ച് ഓരോരുത്തർ പറയാം. പക്ഷെ ആ ആശങ്ക അസ്ഥാനത്തല്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത്. ഇങ്ങനെ പ്രണയിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. എത്രയോ നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയാം. നമുക്ക് പരിചയമുള്ള ആളുകളെ ബെസ്റ്റി ആയിട്ട് സുഹൃത്തുക്കളായിട്ടൊക്കെ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം മറന്നുകൊണ്ടുള്ള ഇത്തരം വിവാഹങ്ങൾ അത് നമ്മുടെ ലൈഫിൽ ആത്യന്തികമായിട്ട് സന്തോഷങ്ങൾ നൽകില്ല. എനിക്കൊരു ദിവസം വിളിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു പുരുഷനെയാണ്. ഹിന്ദു പുരുഷനെ അവർ വിവാഹം കഴിച്ചു. വീട്ടുകാരൊക്കെ എതിർത്തിട്ട് വിവാഹം കഴിച്ച ഒരാളാണ്. ആ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് അങ്ങനെ അവർ കല്യാണം കഴിച്ചു. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ നിന്നെ ഒരിക്കലും ഹിന്ദുവാക്കാനൊന്നും ശ്രമിക്കുന്നില്ല, നീ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചോളൂ, ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കാം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇയാളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകില്ല. കാരണം അവിടെ നിന്ന് അച്ഛനും അമ്മയും അതിൽ എതിർപ്പുണ്ടല്ലോ. തങ്ങളുടെ മകൻ വേറൊരു മതക്കാരി കല്യാണം കഴിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ജോലിയുള്ള ആളുകളാണ്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, അവൻ മതം മാറിയിട്ട് ഇസ്ലാമായിട്ട് വരണം, വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാമെന്ന്. ഇവൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് മതം മാറി? ഞാൻ നിന്നോട് മതം മാറാൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ എൻ്റെ മതത്തിനെ നീയും ഉൾക്കൊള്ളണ്ടേ? നമുക്കുണ്ടാകുന്ന കുഞ്ഞിന് മതങ്ങളില്ലാത്ത പേരിടാം. അപ്പൊ ഇതൊക്കെ ഒരു ലൈഫിൽ ഇതൊക്കെ ഒരു ആവേശം കയറി ചാടിപ്പോകുന്ന ആളുകൾക്ക് പിന്നീട് ലൈഫിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവങ്ങളും മനോനിലകളൊക്കെ മാറുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അവർ വളരെ സങ്കടത്തോടെ വിളിച്ചത്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിച്ച് എന്നെ വാരിപ്പുണരാണ്, ഒരു നിലക്കും പ്രശ്നക്കാരനല്ല, എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനും പോലും നമുക്ക് തടസ്സമല്ല, വീട്ടുകാർ സ്വീകരിക്കുന്നില്ല വേറെ വിഷയം. പക്ഷേ ഞാൻ ഈ ഭർത്താവിനെ നേരെയാക്കാൻ എന്താ ചെയ്യുക? എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട്, എൻ്റെ ഈമാൻ നഷ്ടപ്പെടില്ലേ? എന്തു പറയാനാണ് നമ്മൾ? അപ്പോൾ ആളുകളുടെ ഇത്തരം വിവാഹങ്ങള്, മിശ്ര വിവാഹങ്ങൾ കൊണ്ടെത്തിക്കുന്ന സാമൂഹികമായ ഒരു പ്രത്യാഘാതം, ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ആ വിശ്വാസം ഇടക്ക് വെച്ച് ഒഴിവാക്കിയാലും ഒരു പ്രായം കഴിയുമ്പോൾ വിശ്വാസം തിരികെ വരും. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന മതവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല നോമ്പുമില്ല അതെങ്ങനെ കിടന്ന് അഹങ്കരിച്ച് നടന്നിട്ട് നമ്മൾ പ്രായം ഇങ്ങനെ വയസ്സായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ പഠിച്ചതിലേക്ക് തിരിച്ചു വരും, നല്ല വ്യക്തിയായിട്ട് മാറും. ആ സമയത്തൊക്കെ ഒരു സാമൂഹികപരമായ പ്രത്യാഘാതമായിട്ട് മാറും.
അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നവർ കള്ളു കുടിക്കുന്നവരാണ്, ചീട്ട് കളിക്കുന്നവരാണ്, അവിടെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് വിൽക്കുന്നവരാണ്, ബോംബെ തെരുവ് കൊണ്ട് അങ്ങനെ വിൽക്കുന്നവരായിട്ടൊന്നുമല്ല. കൊണ്ടുപോകുന്നവരൊക്കെ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് തന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് രണ്ട് വീട്ടിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതല്ലേ, അത് തിരിച്ചറിയേണ്ടതല്ലേ എന്നുള്ള ചോദ്യം. മറ്റു ഓഫീസുകളിലോ മറ്റു പാർട്ടിയില്ലാത്ത ആഘോഷം എന്തിനാണ് ഇവർ മാത്രം നടത്തുന്നത്? അവിടെയാണ് നമ്മുടെ സംശയം വരും. ആ എളമരം റഹ്മത്തുള്ള സഖാഫി എന്ന് പറയുന്ന ഉസ്താദിന്റെ സംശയം അസ്ഥാനത്തല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.